ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഒരു കണ്ടൻറ്റും ഇല്ല, തീമും ഇല്ല, ഒന്നുമില്ല. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ഞാൻ രാവിലെ 10 മണിക്ക്, അതാണ് എൻ്റെ രാവിലെ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് 10 മണിക്ക് നമ്മൾ എണീറ്റു. കുളിക്കാണ്ട് പോയി തന്നെ നമ്മളത് ഫുഡ് കഴിക്കാൻ പോവാണ്. സോ പല്ല് വെച്ചു. എനിക്ക് അതിൻ്റെ ക്ലിപ്പൊന്നും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഐ മീൻ വീഡിയോ. ഇനി നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കണം. നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് കഞ്ഞി കൈ കൊണ്ടാണ് കഴിക്കാറ്. ചെറിയൊരു ചൂടുണ്ട്, അപ്പോൾ സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. കടലിൽ എൻ്റെ പൊന്ന് ഗൈസ്, ഉപ്പ് ഇത്ര ഇട്ടിട്ട് ഉപ്പ് കുറവാണ്. സോ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് അങ്ങോട്ട് വാരി ഇട്ടേക്കാം. കഴിക്കും, എന്നാലും എനിക്ക് ഉപ്പില്ലാണ്ട് പറ്റില്ല. ഇനി നമുക്കിതിൽ കുറച്ച് ഉച്ചക്കത്തെ കറിയാണ്. സമയം ഇപ്പോൾ ഉച്ചയാവും. അത് കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് കഴിക്കാം. എല്ലാം കൂടി ഇന്നത്തിനാണ് വേസ്റ്റ് ആക്കുന്നത്, വെറുതെ കൂടി ഇരിക്കട്ടെ. കുറച്ച് പയർ കൂടിപ്പോയെന്ന് തോന്നുന്നു. പയർ, നമുക്ക് കുറച്ച് ബീട്രൂട്ട്, കുറച്ച് മുളക് ചമ്മന്തിയും കൂടി എടുക്കാം. മീൻ ചട്നി അല്ലല്ലോ, ചമ്മന്തി. ഇതിങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നൊരു പൊടി കഴിച്ചാലോ. ഇതൊരു കുക്കിംഗ് വ്ളോഗായിട്ട് മാറുമായിരിക്കും ചിലപ്പോൾ. ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ചമ്മന്തി, പയർ, ഗായ്സ്, നമ്മളങ്ങനെ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ വിചാരിക്കും എന്താ ഇപ്പോൾ കുളിക്കണമെന്ന്. അമ്മ നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞ് കുളിപ്പിച്ചതാണ്. അങ്ങനെ കുളിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇനി നമുക്ക് കുളിച്ച് സ്കിൻ കെയർ ചെയ്യാം. എന്താണ് ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കും. സമയം ഇപ്പോൾ 1:30 ആകാറായി. ഞാൻ എണീറ്റത് കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ഇപ്പോഴത്തേക്ക് ആക്കാം. സ്കിൻ കെയറിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് വലിയ അറിവൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് നമുക്ക് പ്രൊഫഷണൽ ആവാം. ഈ ഒരു ഹെയർ ബോ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോഴേ കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പുറത്ത് TV വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്നും അധികമൊന്നും കേൾക്കാനായിട്ട് സാധിക്കില്ല ഗൈസ്. ഇത് 2 മാസം മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ്, കുറച്ച് പ്രൊഫഷണൽ ആവാൻ. കൊള്ളാം, ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് എന്നാലും ഒന്ന് പറയണമല്ലോ. നമുക്ക് സ്കിൻ കെയറിലോട്ട് കിടക്കാം. വലിയ സ്കിൻ കെയർ ഒന്നും ഇല്ല. ഒരു സൺസ്ക്രീൻ, പിന്നെ കൂടിപ്പോയാൽ ലിപ് ബാം. ബട്ട് ഞാൻ ലിപ് ബാം ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. അതുകൊണ്ട് ലിപ്സ്റ്റിക് ആക്കും. എനിക്ക് വീഡിയോസൊക്കെ എടുക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക് അങ്ങ് ചൂസ് ചെയ്യാം. ഓക്കെ, ഭയങ്കര അലപ്പുറ സൗണ്ട് അപ്പുറത്ത് TV വെച്ചേക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോഴേ കേൾക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഗായ്സ്, നമ്മൾ ഈ 2 ലിപ്സ്റ്റിക്ക് കൊണ്ടാണ് ഒരു ഷെയ്ഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ ഈ ഒരു ഗ്ലോ ലിപ്സ്റ്റിക്, ലോറിയൽ പാരിസിന്റെ ഈ ഒരു ഗ്ലോ ലിപ്സ്റ്റിക്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, ഡേ ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് എല്ലാം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു.
കറക്റ്റ് ഒരു 2 ഷെയ്ഡായില്ല അല്ല ഒരു നമ്മൾ ഉദ്ദേശിച്ച അതായത് ഞാൻ ഉദ്ദേശിച്ച ഒരു ഷെയ്ഡ് കിട്ടിയില്ല. 1 hour later. ഗൈസ് ഫൈനലി ഇറ്റ്സ് ലുക്ക് കംപ്ലീറ്റഡ്. ചെറിയ ലുക്ക് ഞാൻ റീക്രിയേറ്റ് എടുത്തന്നേ ഉള്ളൂ. സാധനം ഞാൻ ഇതുവരെ കളഞ്ഞില്ല, മറന്നുപോയി ഗൈസ്. ഓക്കെ ഫൈനലി ഇറ്റ്സ് കംപ്ലീറ്റഡ്. നമ്മൾ ആ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ബ്ലഷും ആക്കി, ഐ ഷാഡോ ആക്കി, പിന്നെ കുറച്ച് മുഖത്തും താടിക്കും ഒക്കെ വഴിയിട്ടു. പിന്നെ കണ്ണെഴുതുന്ന വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് ഞാനത് നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തു. അങ്ങോട്ട് ഇരിക്കട്ടെ, ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഈ ലുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിരുന്നത്. ലോങ് ലാസ്റ്റ് ചെയ്ത് നോക്കാം. സാധാ സിമ്പിൾ പ്രൊഡക്ട്സ്, പിന്നെ പൊട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സൺസ്ക്രീൻ, പിന്നെ ഈ ഒരു ഐലൈനർ, ലിപ്സ്റ്റിക് ഒക്കെ. സമയം ഇപ്പോൾ 1:30 സാധാരണ ഞാൻ 2 മണിക്കൊക്കെയാണ് ഫുഡ് കഴിക്കാറ്, ലഞ്ചൊക്കെ കഴിക്കാറ്. ഇനിയിപ്പോൾ 1:30 അങ്ങോട്ട് ഫുഡ് കഴിക്കാം. നമ്മൾ വീഡിയോസൊക്കെ എടുക്കണമല്ലേ, അതുകൊണ്ട് നമുക്ക് 1:30 ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ ആക്കാം. ചോറ് കഴിക്കാം. 2 മണിക്കാണ് സാധാരണ കഴിക്കാറ്, ഇപ്പോൾ 1:30 ആയില്ലേ, നേരത്തെ കഴിച്ചേക്കാം. കുറച്ച് നേരത്തെ തന്നെയാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് ലഞ്ചിലേക്ക് കിടക്കാം. എന്തൊക്കെയുണ്ട്? ചോറ്, മീൻകറിയല്ല, ഇതൊരു തക്കാളി ചാറെന്നൊക്കെ പറയും. പിന്നെ മുളക് ഇവിടെ കാണുന്നില്ല, പിന്നെന്തോ മുളക്, ആ സംഭവം. പിന്നെ ബീട്രൂട്ട്. ക്യാമറ ഇവിടെയാണ്, ബട്ട് ഞാൻ നോക്കി പറയുന്നതും ഇതിലും അതിലൊക്കെ ആയിട്ടാണ്. ബീട്രൂട്ട്, പയർ, ഇതൊക്കെ വെച്ചിട്ട് ഇന്നിക്കൊരു പൊടി. ഓക്കെ, വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഒരു റെക്കോർഡ് വരയ്ക്കാനുണ്ട്, റെക്കോർഡ് വരയ്ക്കണം. പിന്നെ വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതെന്തായാലും അടുത്ത വീഡിയോസിൽ കാണാം ഗൈസ്. എൻ്റെ ഒരു റൂം ഡെക്കോർ, ഒരു മേക്ക് ഓവർ എന്നൊക്കെ വേണേൽ പറയാം. അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുതിയതായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നെന്ന് ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് കുറച്ച് പ്ലാൻസൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനത്തെ വീഡിയോസ് വേണം, ഏതൊക്കെ കണ്ടൻസ് വേണം എന്നൊക്കെ. അതൊക്കെ ഇനി ഉടനെ വരും ഗൈസ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും പ്ലാൻസും ഞാൻ പോയി ചെയ്ത് തീർത്തിട്ടൊക്കെ വരട്ടെ. ടൈം ആയില്ല, ഇല്ലേ പോയി ഫുഡ് കഴിക്കായിരുന്നു. അമ്മ എനിക്ക് അതിൻ്റെ ഇടയ്ക്കൊരു ടാസ്ക് തന്നു. സംടൈംസ് എന്താ കുറച്ച് അടുക്കളപ്പണികൾ അതൊക്കെ തന്നു. അതൊക്കെ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്ഥിരമായിട്ട് നടക്കാനുള്ള ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് കഴിഞ്ഞ് പോയി ഫുഡൊക്കെ കഴിക്കണം. ആ ലാസ്റ്റ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. എന്തായാലും ലാസ്റ്റ് കൂടി പറയാം, ഒരു കുഴപ്പമില്ലല്ലോ. ഇനി പോയി ഫുഡ് കഴിക്കണം. സിനിമ കാണണം, സിനിമ കണ്ടിട്ട് പോയി ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഒരു സ്കിൻ കെയർ പരിപാടിയുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് കയറി ഉറങ്ങണം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മുടെ ചെറിയ രീതിയിലുള്ള സ്കിൻ കെയർ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.